പപ്പായ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും വളരെ ഉപകാരപ്രദമാണെന്ന്. നമുക്ക് ഡെങ്കു പനി വന്നപ്പോഴാണ് ഈ ഒരു പപ്പായ ഇലൻ്റെ ഗുണം ഇത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അല്ലേ. ഞാൻ ഉൾപ്പെടെ ഡെങ്കു വന്നപ്പോൾ നമ്മളുടെ ബ്ലഡ് കൗണ്ട് കറക്റ്റ് ആകാനൊക്കെ ജ്യൂസ് കുടിച്ചിട്ടുണ്ട്, അത് കറക്റ്റ് ആയിട്ടുണ്ട് അല്ലേ. പക്ഷെ നമ്മൾ ഈ ഒരു മഞ്ഞില ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്. നമ്മൾ അധികം ഒന്നും ചെയ്യാതിരുന്ന ഒരു ഇലയാണ്. പക്ഷെ ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടപ്പോൾ മനസ്സിലായി ഈ ഒരു മഞ്ഞില. എന്നിട്ട് ഞാൻ ചെയ്തു നോക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു മഞ്ഞില എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രോഗം വന്നിട്ട് മഞ്ഞിലയാകുന്നതല്ല, മൂത്ത് പഴുത്ത് വരുന്ന മഞ്ഞില കേട്ടോ. മഞ്ഞ കളർ രോഗമൊക്കെ വന്നിട്ട് മഞ്ഞയാകുന്ന ഇല ഒരിക്കലും എടുക്കരുത് കേട്ടോ. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്കൊരു ഫേസ് പാക്ക് കാണാം. മഞ്ഞില എടുത്ത് ചെറുതായി അരിഞ്ഞ് അതിലേക്ക് ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും പയറ് പൊടിയും ചെറുപയർ പൊടിയും കൂടെ ചേർത്ത് വെള്ളത്തിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് തൈരിൽ ചെയ്യുന്നത് കുഴപ്പമില്ലെങ്കിൽ തൈര് ചേർക്കാം. പക്ഷേ എൻ്റെ സ്കിന്നിന് തൈര് പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വെള്ളം ചേർത്ത് ചെയ്യുന്നത്. റോസ് വാട്ടർ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇത്തിരിയും കൂടെ എഫക്റ്റ് എനിക്ക് തോന്നിയത് വെള്ളത്തിൽ ചെയ്യുമ്പോഴാണ്, പിന്നെ തൈരിൽ ചെയ്യുമ്പോഴാണ്. തൈര് എനിക്ക് പിടിക്കാത്തതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൽ ചെയ്യുന്നത് കേട്ടോ. സ്കിന്നിലുണ്ടാവുന്ന ഇതുപോലുള്ള കരിമംഗല്യം, അതുപോലെ സൺ ടണൊക്കെ നിമിഷ നേരം കൊണ്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു പഴുത്ത ഇലയിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് വിറ്റാമിൻ ഇയും അതുപോലെ തന്നെ വിറ്റാമിൻ B17. ഇത് നമ്മളുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആകുവാനും അതുപോലെ തന്നെ പാടുകളും കുത്തുകളും കുരുക്കളും പോകാനും വളരെ നല്ലതാണ്. ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തതായിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു പപ്പായ ഇല അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ പൂപ്പൽ ശല്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഈ ഇല എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പൂപ്പലോ എന്തെങ്കിലും ഉണ്ടോ. പിന്നെ മഞ്ഞ രോഗം വന്ന ഇലകളെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ഗുണവും ഉണ്ടാവില്ല കേട്ടോ. ഗുണത്തേക്കാൾ ദോഷമായിട്ട് വരും. അപ്പോൾ പഴുത്ത് വരുന്ന ഇല എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. അത് പല ഉപയോഗത്തിന് വേണ്ടിയാണ്. നമ്മളിപ്പം പഴുത്ത് വാടി ഉണക്കി കളയാതെ ഈ ഇല കൊണ്ട് നമുക്ക് പല രീതിയിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് വേണ്ടതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചാലും മതി. പക്ഷേ ഞാൻ ഇതിപ്പോൾ വീഡിയോക്ക് വേണ്ടി കുറച്ചധികം വെള്ളം എടുത്തിട്ട് നമ്മൾ ഇതൊരു ഭാഗം വറ്റുന്നത് വരെ നമ്മൾ നല്ലതുപോലെ തിളപ്പിക്കണം. ഇതിൻ്റെ എസൻസ് മൊത്തത്തിൽ ഇതിൽ വരുവാൻ വേണ്ടി കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ചൂട് ആറി എടുക്കണം. ചൂടോടുകൂടി ചെയ്യരുത്. ഈ ഒരു ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയിലിൻ്റെ ഗുണം വേറെയാണെങ്കിൽ മഞ്ഞയില കൊണ്ട് വേറെ ഒരു രീതിയിലാണ് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. ഇത് നല്ലതുപോലെ തന്നെ ചൂടാറിയതിന് ശേഷം നമ്മളൊരു സ്പ്രേ ബോട്ടിലെടുക്കുക. അതിലേക്ക് 3-4 ഗ്രാമ്പു ഇട്ട് കൊടുക്കുക കേട്ടോ. ഗ്രാമ്പു നമ്മളുടെ സ്കിന്നിന് വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളുടെ സ്കിന്ന് നല്ല എന്താണ് പറയുക ക്ലിയർ ആകാനും ഗ്ലോയിങ് ആകാനൊക്കെ സഹായിക്കും. അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഈ ഒരു വെള്ളം കൂടി ആകുമ്പോൾ സൂപ്പറാണ് കേട്ടോ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മളുടെ റോസ് വാട്ടർ കൂടി ചേർത്ത് നമ്മൾ എല്ലാ ദിവസവും നമ്മളുടെ ഓൾ ബോഡി നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ്. നമ്മളുടെ വേർപ്പിൻ്റെ മണം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക് അത് നല്ലതാണ്. അതുപോലെ തന്നെ സ്കിന്ന് നല്ല ക്ലിയർ ആകാനും ഗ്ലോയിങ് ആകുവാനും നമ്മൾ പുറത്തൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ സൺ ടാൻ കൊണ്ടുള്ള കരിവാളിപ്പ്, അതുപോലെ തന്നെ എന്താ പറയുക ഈ കറുത്ത കുത്തുകളും പാടുകളൊക്കെ വരില്ലേ, അതിന് നല്ലതാണ്. നല്ല ഓൾമോസ്റ്റ് സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം തന്നെയാണ് ഇത്. നമുക്ക് രാത്രി കിടക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ കിടക്കുന്ന സമയത്ത് സ്പ്രേ ചെയ്ത് നമുക്ക് ഓൾ ബോഡി നമുക്ക് സ്പ്രേ ചെയ്തിട്ട് കിടക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റൊന്ന് മേല് കഴുകി അങ്ങനെ കഴുകി കളഞ്ഞാൽ മാത്രം മതി. എല്ലാ ദിവസവും ചെയ്യുക. പഴുത്ത ഇല ഉണ്ടെങ്കിൽ ഒരു ഇല പോലും നിങ്ങൾ ഉണക്കി കളയരുത് കേട്ടോ. സ്കിന്നിന് നല്ലൊരു വ്യത്യാസം. നമ്മളിപ്പോൾ ഇവിയോൺ ഗുളികയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോ ക്രീമുകളും ഓരോന്നൊക്കെ ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ അതിനേക്കാളും റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഒരു മഞ്ഞ പപ്പായ ഇല കൊണ്ട് നമ്മൾ സ്കിന്നിന് ഇതുപോലെ ചെയ്തു കൊടുത്താൽ കേട്ടോ. നിങ്ങൾ ഒരാഴ്ച ചെയ്തു നോക്കൂ. ഒരാഴ്ച കൊണ്ട് തന്നെ 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. യാതൊരു സൈഡ് എഫക്റ്റും ഈ ഒരു നമ്മളുടെ ഈ ഒരു ഇതൊക്കെ കൊണ്ട് ഹോം റെമഡീസ് കൊണ്ട് ഉണ്ടാവുന്നതല്ല. നമ്മൾ കാശ് കൊടുത്ത് വെറുതെ നമ്മൾ മേടിച്ച് സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലുള്ള ഹോം റെമഡീസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സ്കിൻ ടോണർ എന്ന് പറയാം കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്.
നല്ലതാണ് കേട്ടോ. ഫ്രിഡ്ജ് വെച്ചില്ലെങ്കിൽ 2-3 ദിവസം പുറത്തിരിക്കും. അതിനേക്കാളും നല്ല നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് ഇരുന്നോളും കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു വെള്ളം ദിവസവും കുടിക്കാൻ ഞാൻ പറയില്ല, ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ കുടിക്കുക. നമ്മളുടെ വയറ് നല്ല രീതിയിൽ ക്ലീൻ ആകുവാനും ഗ്യാസിൻ്റെ പ്രോബ്ലം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും ദഹന പ്രശ്നങ്ങളുള്ളവരും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറവുള്ളവർക്കുമൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു വെള്ളം. ആഴ്ചയിൽ 1 ദിവസം ഏതെങ്കിലും ഒരു നേരം നിങ്ങൾ കുടിക്കുക. നല്ലതുപോലെ ഇപ്പോൾ ഒരു 2 ഗ്ലാസ് വെച്ചിട്ട് 1.5 ഗ്ലാസ് ആകുന്നവർ നല്ലതുപോലെ വറ്റിച്ചിട്ട് നമ്മളതിലൊന്നും ചേർക്കേണ്ട. ഒരു ലൈറ്റ് ടേസ്റ്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. കൂടുതലൊന്നും ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. ഒന്നും ചേർക്കാതെ തന്നെ പ്ലെയിൻ ആയിട്ട് നേരിയ ചൂടോടുകൂടി കുടിക്കണമെങ്കിൽ അങ്ങനെ കുടിക്കാവുന്നതാണ്. കുട്ടികൾക്കാണെങ്കിൽ ഒരു ഗ്ലാസ് ഒക്കെ കൊടുത്താൽ മതി. 1 ഗ്ലാസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. വളരെ എഫക്റ്റീവാണ്. നല്ല ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുവാനും അതുപോലെ തന്നെ സ്കിന്നിനും ഹെയറിനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട്. അത് നമ്മളുടെ അരിച്ച് ആ ഒരു ഇലയും വെള്ളവും മാറ്റിയെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ശരീരത്തിൽ ചില സമയങ്ങളിൽ ചൊറിച്ചിലോ അസ്വസ്ഥതയൊക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിലും വെറുതെ നമുക്ക് കുളിച്ചാലും വളരെ വളരെ നല്ലതാണ്. കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സോപ്പൊക്കെ തേച്ച് കുളിച്ച് എല്ലാം കഴിഞ്ഞ് അവസാനം ഈ ഒരു വെള്ളം മാത്രം ഒഴിക്കുക. അതിനുശേഷം വെള്ളമൊന്നും ഒഴിക്കാതിരിക്കുക. നല്ല സ്കിന്നാവും കേട്ടോ. നമ്മളുടെ സ്കിന്ന് ചുളുങ്ങുന്നത് കുറയും. അതുപോലെ തന്നെ നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്നാകാനൊക്കെ, അതുപോലെ അലർജി പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ആണെങ്കിലും ഇത് വളരെ എഫക്റ്റീവാണ് കേട്ടോ. അലർജിയൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് നമ്മൾ പഴുത്ത് ഉണങ്ങിപ്പോയ ഈ ഒരു ഇല നമുക്ക് ഇതുപോലെ ഒരു ബൗളിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ചിരട്ടയിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് 2 കർപ്പൂരവും പിന്നെ ഒരു നുള്ള് മഞ്ഞളും ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് കത്തിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാവുന്ന ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ജലദോഷം, തലവേദന ഇവയെല്ലാം മാറ്റിയെടുക്കാനായിട്ട് ഇത് സഹായിക്കുന്നതാണ് കേട്ടോ. നമ്മളെപ്പോഴും ചെയ്യണമെന്നില്ല. ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ നമുക്ക് ഇത് ചെയ്താലും മതി. പക്ഷെ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. നമ്മളുടെ ആ മൂക്കടപ്പും പോകും. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന സൈനസ്, തലവേദന ഇവയെല്ലാം മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കുന്നതാണ്. നല്ല രീതിയിൽ തന്നെ കത്തുന്നതാണ്. നമ്മൾ കർപ്പൂരം ഇടുന്നതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ കത്തി കിട്ടുന്നതാണ്. കർപ്പൂരത്തിൻ്റെ ഒരു മണവും അതുപോലെ മഞ്ഞളും ഇവയെല്ലാം ചേരുമ്പോൾ തന്നെ നല്ല സൂപ്പർ റിസൾട്ടാണ് കേട്ടോ. കുട്ടികളുള്ള വീട്ടിലാണെങ്കിലും കൊതുക് ശല്യം കൂടുതലായിട്ട് അല്ലെങ്കിൽ ചെറു പ്രാണികളുടെ ശല്യം കൂടുതലായിട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു നെഗറ്റീവ് എനർജി പോലെ നമ്മൾ വീട്ടിൽ മൊത്തം ഒരു നെഗറ്റീവ് എനർജി, നമുക്കൊന്നിനും ഒരു താല്പര്യമില്ല അങ്ങനെയൊക്കെ തോന്നുന്ന സമയങ്ങളിൽ നിങ്ങൾ ഇതൊന്ന് കത്തിച്ചു നോക്കുക കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടുവാനും അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും മാറി കിട്ടുവാനും വളരെ 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 എഫക്റ്റീവാണ്. നമ്മൾ എയർ ഫ്രഷ്നറൊന്നും വേണ്ട. ഇതുപോലെ ഒന്ന് വൈകുന്നേരങ്ങളിൽ കത്തിച്ചു കൊടുത്താൽ മതി. നല്ല സ്മെല്ലുമാണ്. അതുപോലെ തന്നെ ഹെൽത്തിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. നല്ല ബെനിഫിറ്റും ആണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളുള്ള വീട്ടിലും നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ സന്ധ്യസമയങ്ങളിൽ മറ്റുള്ളത് കത്തിക്കുന്നതിനേക്കാളും ഇത് കത്തിക്കുന്നതായിരിക്കും ബെറ്റർ. അടുത്തതായിട്ട് നമ്മൾ പല്ലിലുണ്ടാവുന്ന ഏതൊരു പ്രശ്നത്തിനും ഈ ഒരു പപ്പായ ഇല കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. മോണ പഴുപ്പ്, പല്ല് വീക്കം, അതുപോലെ തന്നെ നമുക്ക് അടുക്കിടെ ഉണ്ടാവുന്ന പല്ല് വേദന, പല്ലിൻ്റെ ചുറ്റിനും ഈ പഴുപ്പ് വരിക, അതുപോലെ നമ്മളുടെ പല്ലിന് കളറില്ല, മഞ്ഞ കളറ് പിടിക്കുക, ഇത്തൾ പിടിക്കുക. നമ്മളെ പല്ലിൽ ഇത്തളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ വളരെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ. നമ്മളത് ക്ലീൻ ചെയ്താലും പിന്നെയും ഇത്തൾ വരും വായിൽ. ആ ഒരു ഒട്ടി പിടിച്ചിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ പേസ്റ്റുകൾ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഇതാണ് കേട്ടോ. അപ്പോൾ ഒരു ഇല എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു നുള്ള് പെരിഞ്ചീരകവും ഒരു നുള്ള് നമ്മളുടെ കുരുമുളക് പൊടിയും പിന്നെ നമുക്ക് വേണ്ടത് ഒരു നുള്ള് ഉപ്പും വേണം, കുറച്ച് മഞ്ഞൾപ്പൊടിയും. പിന്നെ നമുക്ക് നമ്മൾ ഉമിക്കരി കിട്ടുമെങ്കിൽ ഉമിക്കരി നമുക്ക് വാങ്ങാൻ കിട്ടും കടകളിൽ. അല്ലെങ്കിൽ ഇതുപോലെ ചിരട്ട കത്തിച്ച് കരിയാണെങ്കിൽ എടുത്താൽ മതി. മറ്റേ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന ഇതൊന്നും നമ്മൾ ഉപയോഗിക്കരുത്. ചിരട്ട കത്തിച്ച് അതിൻ്റെ കരിയാക്കാം, അല്ലെങ്കിൽ ഉമ്മി മേടിച്ചിട്ട് നമുക്ക് കരിയാക്കാം. അങ്ങനെ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. എന്നിട്ട് 3 ഗ്രാമ്പും ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മളിത് നല്ലതുപോലെ പൊടിച്ചെടുക്കുക കേട്ടോ.
നമ്മളുടെ വായിലുണ്ടാകുന്ന വായുനാറ്റം, വായിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും, നീര് വീഴുക, മോണയുടെ സൈഡൊക്കെ എപ്പോഴും വേദന, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ 100% റിസൾട്ടാണ് കേട്ടോ. ഒരു നുള്ള മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും കൂടിയ പേസ്റ്റുകൾ ഉപയോഗിച്ചാലും പിന്നെ നമുക്ക് ഇത് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നിങ്ങൾ ഈ ഒരു പൊടി കൊണ്ട് പല്ല് തേച്ചാൽ മതി. ആഴ്ചയിൽ ഒരു ദിവസം നമുക്കിത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പുറത്ത് വെച്ചാൽ ചിലപ്പോൾ അത് പെട്ടെന്ന് ചീത്തായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ പിന്നെ പപ്പായ ഇല നല്ല ഡ്രൈ ആക്കി എടുത്തിട്ട് നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. ആഴ്ചയിൽ ഒരു ദിവസം ഇതൊന്ന് തേച്ചാൽ മാത്രം മതി. പല്ല് നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുകയും ചെയ്യും. നമുക്ക് വായിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ വളരെ കുറച്ച് മാത്രമേ എടുത്ത് ഉപയോഗിക്കാവുള്ളൂ. കുറേ ക്വാണ്ടിറ്റി ഒന്നും ഉപയോഗിക്കരുത്, വളരെ കുറച്ച് മാത്രം. അപ്പോൾ ചെയ്ത് നോക്കുക, എല്ലാ ടിപ്സുകളും ചെയ്ത് നോക്കണം. അടുത്തതായിട്ട് നമ്മൾ ചോറ് ചൂടാക്കുമ്പോൾ തലേന്ന് കുറച്ച് ചോറ് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് അതേ നമ്മൾ ഊറ്റി വെള്ളം കളഞ്ഞിട്ട് പിന്നെയും വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുന്നതിനേക്കാളും ബെറ്റർ. അപ്പോൾ നമുക്ക് ഗ്യാസും കുറയാകും. നമ്മൾ വേറെ വെള്ളം ഒഴിച്ച് ആ ചെമ്പിലിട്ട് തിളപ്പിച്ച് അത് പിന്നെ ഊറ്റി, അപ്പോൾ ഗ്യാസ് കുറേ വേണ്ടി വരും. അതുമല്ല അതിനൊരു ഫ്രഷ്നെസ് പോകും. ആ ഒരു പഴയ ചോറിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളിപ്പോൾ വെള്ളത്തിലിട്ട് ചോറ് വെക്കുക, എന്നിട്ട് പിറ്റേന്ന് നമ്മൾ കഴിക്കാൻ എടുക്കുന്ന സമയത്ത് വേണം ഇതുപോലെ ചെയ്യാൻ. കുക്കറിലേക്ക് വെള്ളമൊന്നുമില്ലാതെ തന്നെ ഇട്ട് കൊടുത്ത് ഒരു 2-3 സെക്കൻഡ് നമ്മൾ ഇതൊന്ന് ചൂട് കയറ്റിയാൽ മതി. കുറേ സമയമൊന്നും വെക്കരുത്. വേഗാത്ത ചോറാണെങ്കിൽ അപ്പോൾ 5 മിനിറ്റൊക്കെ വെച്ചാലും വളരെ നല്ലതായിരിക്കും. അത് നല്ലപോലെ വെന്തതാണെങ്കിൽ 2-3 മിനിറ്റ് ഒരാവി പോലെ വരുമ്പോഴത്തേക്കും നമ്മളിത് ഓഫ് ചെയ്യുക. നല്ല സൂപ്പറായിട്ട് ചോറ് വെച്ച പോലെ നമുക്ക് ആയി കിട്ടുന്നതാണ്. നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റും വ്യത്യാസം വരും. അതുപോലെ തന്നെ അതൊരു പെർഫെക്റ്റ് ആവില്ല. നമ്മൾ പഴയ ചോറ് തിന്നത് പോലെ തന്നെ ആകും. പിന്നെ ഗ്യാസ് ആണെങ്കിൽ കുറേ ഉപയോഗിക്കും. ഫുള്ള് വെള്ളം തിളച്ച് വരുന്നവരെ നമ്മൾ ഗ്യാസ് ഉപയോഗിക്കണ്ടേ. ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ ചോറ് കഴിക്കാൻ എടുക്കുന്ന 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് നല്ലപോലെ ചൂടായി കിട്ടും. ഇതിപ്പോൾ ഈ ചോറാണ് കാണിച്ചെങ്കിലും നമുക്ക് ബിരിയാണിയോ നെയ്ച്ചോറോ ഒക്കെ ബാക്കി വന്നാലും ഇതേ മെത്തേഡ് തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു ചോറിന് മാത്രമല്ല, ഒരു തരി വെള്ളം ചേർക്കാതെ തന്നെ 2 മിനിറ്റ് ഇതുപോലെ വെച്ചാൽ മതി നമ്മൾ കുക്കറിൽ കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ചോറ് കഴിക്കുന്നവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തൈറോയ്ഡ് വരിക, അതുപോലെ തന്നെ ഷുഗർ, പ്രഷർ, ഇവയുള്ളവർക്കൊക്കെ ചോറ് കഴിക്കാൻ വളരെ പേടിയാണ് അല്ലേ. കഴിക്കുമ്പോൾ ഇനി അതൊക്കെ കൂടുമോ എന്നുള്ളൊരു പേടി വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കുറച്ച് കഴിക്കുള്ളൂ അല്ലേ. പക്ഷേ ഇനി ഇത് കഴിച്ചാലും ചോറ് കഴിച്ചാലും ഇവയൊന്നും കൂടാതെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നല്ലതുപോലെ അരി കഴുകുക. നമ്മൾ 3-4 പ്രാവശ്യം വെള്ളത്തിലിട്ട് കഴുകുന്നത് പോലെ തന്നെ നല്ലതുപോലെ കഴുകിയതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ചൊരു അരമണിക്കൂറെങ്കിലും ഇതുപോലെ വെക്കുക കേട്ടോ. അരമണിക്കൂറിൽ കുറവ് വെക്കരുത്. എന്ത് വന്നാലും അരമണിക്കൂർ വെക്കുക. വെച്ചതിന് ശേഷം ഈ ഒരു വെള്ളം നമ്മൾ നല്ലതുപോലെ അരി നരടി കഴുകി ആ ഒരു വെള്ളം കൂടി കളഞ്ഞിട്ട് വേണം നമ്മൾ ചോറ് വയ്ക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ചോറിലുണ്ടാവുന്ന എക്സ്ട്രാ സ്റ്റാർച്ചൊക്കെ കളയുവാനും അതുപോലെ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, പ്രഷറുള്ള ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് പ്രഷർ കൂടുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചോറ് കഴിച്ചാലും വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പോൾ അത് അരമണിക്കൂർ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ ആയിട്ടുണ്ട്. അത് കൈയിട്ട് നല്ലതുപോലെ നിരടി കഴുകിയതിന് ശേഷം തിളച്ച വെള്ളത്തിലിട്ട് നമ്മൾ ചോറ് സാധാരണ വേവിക്കുന്നത് പോലെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു ടിപ്സുകളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചെയ്തു നോക്കാം. അതുപോലെ റൈസ് കുക്കറിലൊക്കെ ചോറ് വെക്കുന്നത് വളരെ അൺഹെൽത്തി ആണെന്ന് എനിക്കിപ്പോൾ തൈറോയ്ഡ് ഉള്ളൊരു വ്യക്തിയാണ്. എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞതിന് ശേഷം ഞാൻ റൈസ് കുക്കറിൽ ചോറ് വെക്കുന്നത് നിർത്തിയതിന് ശേഷം എനിക്ക് തൈറോയ്ഡ് നല്ല രീതിയിൽ കൺട്രോൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചോറ് നമ്മൾ ഇതുപോലെയൊക്കെ തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാലാണ് വളരെ നല്ലത്. നമ്മൾ ആ റൈസ് കുക്കറിൽ വെക്കുമ്പം ആ ഒരു പ്രഷർ കൊണ്ട് ചോറ് വെന്ത് വരുമ്പം ആ ഒരു ആ സ്റ്റാർച്ചൊക്കെ അതിൽ തന്നെ ഇരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചോറ് കഴിച്ച് നോക്കട്ടെ. പ്രഷറൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചോറ് കഴിച്ച് നോക്കുക. എൻ്റെ തൈറോയ്ഡൊക്കെ ഇപ്പോൾ ഞാൻ മെഡിസിൻ ഇല്ലാണ്ട് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ആയിട്ടുണ്ട്. ഒരിക്കലും ഒരു വേരിയേഷനും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും.
പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അരി ഇതുപോലെ എന്താ പറയുക അരമണിക്കൂർ തിളച്ച വെള്ളത്തിലിട്ടതിന് ശേഷം അത് നല്ലതുപോലെ കഴുകി കളഞ്ഞിട്ട് വേണം ഈ ഒരു തിളച്ച വെള്ളത്തിലിട്ട് നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന പോലെ വെച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ എല്ലാ ടിപ്സുകളും പപ്പായ ഇല നമ്മൾ പച്ചയിലയെ പോലെയല്ല, പഴുത്ത ഇലയ്ക്കും വളരെ അധികം ഔഷധ ഗുണങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് പച്ചില കൊണ്ട് നമ്മൾ ബ്ലഡ് കൗണ്ടും അതുപോലുള്ള കാര്യങ്ങൾ വ്യത്യാസപ്പെടുത്താൻ പറ്റുമെങ്കിൽ നമ്മളുടെ മഞ്ഞ ഇല കൊണ്ട് വേറെ രീതിയിൽ നമുക്ക് ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ വിറ്റാമിൻസ് വേറെയാണ്. നമ്മളുടെ വിറ്റാമിൻ ഇയും വിറ്റാമിൻ B17 വളരെ അധികം അടങ്ങിയേക്കുന്നതുകൊണ്ട് തന്നെ ക്യാൻസറിന് വരെയും വളരെ നല്ലതെന്നാണ് പഠനങ്ങൾ ഇതാക്കിയേക്കുന്നത്. അതൊന്നും ഞാനിവിടെ പറയാത്തത് നമ്മൾ ഉപയോഗിക്കാത്ത കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കാര്യങ്ങളൊന്നും ഇവിടെ പറയാണ്ടിരുന്നത്. അപ്പം ഞാൻ ഉപയോഗിച്ച് 100% റിസൾട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ എല്ലാവർക്കും എല്ലാം പിടിക്കണമെന്നില്ല. ഒന്ന് ചെറിയ രീതിയിൽ ടെസ്റ്റ് ചെയ്തതിന് മാത്രം നിങ്ങൾ ഫുള്ളായിട്ട് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി